നബിയുടെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ് എന്നറിയോ? ഒരാള് ഒരു ദിവസം 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, അഥവാ സുബഹിന്റെ മുമ്പ് 2 റക്അത്ത്, ദുഹൂറിന്റെ മുമ്പ് 4, ദുഹൂറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, ഇങ്ങനെ 12 റക്അത്ത് ഒരാള് റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കും. ഈ ഹദീസ് നമ്മളെല്ലാ ആളുകളും കേട്ടവരാണ്. കേൾക്കാത്ത ഒരാളും ഈ സദസ്സിൽ ഉണ്ടാവില്ല. എല്ലാ ആളുകൾക്കും ഈ ഹദീസ് അറിയാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ ഹബീബിൻ്റെ നാവിൽ ഈ ഹദീസ് കേട്ടതിന് ശേഷം ഇന്നേ വരെ ആ സുന്നത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അത് എല്ലാ ദിവസവും ഈ റവാത്തിബ് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാണ്. ഈ ഉമ്മു ഹബീബയിൽ നിന്നും ഈ ഹദീസ് കേൾക്കുന്നത് താബിയായ അൻബസ എന്ന് പറയുന്ന വ്യക്തിയാണ്. അൻബസ പറയാണ്, ഉമ്മു ഹബീബയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം ഇന്നേ വരെ, ഞാനിത് പറയുന്ന കാലം വരെ ഞാൻ ആ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല, റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അൻബസയിൽ നിന്ന് ഈ ഹദീസ് കേൾക്കുന്നത് അംർ ബിൻ ഔസ് എന്ന് പറയുന്ന റാവിയാണ്. അദ്ദേഹം പറയാണ്, അൻബസയിൽ നിന്ന് ഞാൻ കേട്ടതിന് ശേഷം ഇന്നേ വരെ ആ സുന്നത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അംർ ബിൻ ഔസിൽ നിന്നും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നുഅ്മാൻ ബിൻ സാലിം എന്ന് പറയുന്ന റാവിയാണ്. നുഅ്മാൻ ബിൻ സാലിം പറയാണ്, അംർ ബിൻ ഔസിൽ നിന്നും ഇത് കേട്ടതിന് ശേഷം ഇന്നേ വരെ ആ സുന്നത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട് റവാത്തിബ് സുന്നത്തിന്റെ പ്രാധാന്യം.